Good morning, all. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നോട് പറയണം. If you are not able to hear me, if I am not audible, you just tell me. Okay. കേൾക്കാം സാർ. കേൾക്കാം. ആരെ ഏത് ചിലപ്പോ ചില ആൾക്കാർ മീറ്റിങ്ങിന് വെളിയിൽ പോകും എന്നാ പറയുന്നത്. അങ്ങനെ വന്നാൽ നിങ്ങൾ റീജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, എനിക്കൊരു മെസ്സേജ് വന്നതിൻ്റെ ഒന്ന്. ഓക്കെ, ഇനി ഞാൻ ഫാസ്റ്റായിട്ട് പോവുകയാണ്. നമുക്ക് അറിയാം നമ്മൾ എന്താ ഇവിടെ വന്നേക്കുന്നത് എന്നുള്ള കാര്യം. നമ്മൾ കൺസ്യൂമർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷെ ഇത്തവണ അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സ്പെയർ പാർട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കാര്യം ഒരു രീതി പറഞ്ഞാൽ കൺസ്യൂമർ ഇസ് അനദർ കൈൻഡ് ഓഫ് സ്പെയർ. അപ്പം അതിന്റെ മെഷർ എല്ലാം തന്നെ നിങ്ങളുടെ കൺട്രോളിലേക്കാണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങളാണ് കസ്റ്റോഡിയൻ. ഇപ്പൊ ഇതിനു മുമ്പെല്ലാം തന്നെ ബോഡി ഷോപ്പിനൊക്കെ ആയിരുന്നു അതിന്റെ കസ്റ്റോഡിയൻഷിപ്പ് കൊടുത്തിരുന്നത്. അപ്പൊ ഇത്തവണ സ്പെയർ പാർട്സിനാണ്. അപ്പൊ സ്പെയർ പാർട്സിന്റെ എക്സ്പീരിയൻസും സ്പെയർ പാർട്സിന്റെ പ്രൊസീജിയറും എല്ലാം ബെസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് വന്നേക്കുന്നത്. അപ്പൊ കമ്പനിയുടെ ഒരു എക്സ്പെക്ടേഷനും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ അടുത്തു നിന്നുള്ള 3 ഡെപ്യൂട്ടി RPMs ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് സ്റ്റോക്കിന്റെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തതും അപ്ലോഡ് ചെയ്തതും. ഓക്കെ, അപ്പം I'm going to start. First thing about this is how to make a purchase. നിങ്ങൾക്ക് I know you have experience about this. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാം. നിങ്ങൾ ചെയ്യുന്ന പർച്ചേസ് തന്നെയാണ് ഇവിടെ കൺസ്യൂമർ പർച്ചേസിൽ ചെയ്യുന്നത്. ഞാൻ ടെസ്റ്റിംഗ് DBയിൽ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആ സ്ക്രീൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോടൊന്ന് സൂചിപ്പിച്ചാൽ മതി. I'm going to display this consumer purchase first, and after I show that screen, you can ask me if any doubt you have. I am showing it in testing DB. Testing DB ലാട്ടോ ഞാനിത് കാണിച്ചു തരുന്നത്. ഓട്ടോ DMSൽ, സ്പെയേഴ്സിൽ, പർച്ചേസിൽ, ഇൻവോയ്സസിൽ, കൺസ്യൂമർ പർച്ചേസ് വൗച്ചർ, ഇതാണ് നിങ്ങളുടെ സ്ക്രീൻ. ഓക്കെ, കൺസ്യൂമർ പർച്ചേസ് വൗച്ചർ. ഓക്കെ, ഫസ്റ്റ് ഞാൻ കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞു തരുന്നത്. ആദ്യത്തെ സ്ക്രീൻ, ആദ്യത്തെ മെനു, ആദ്യത്തെ സ്ക്രീൻ എങ്ങനെയാണ്, ഏത് മെനുവിൽ നിന്നാണ് എടുക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. കൺസ്യൂമർ പർച്ചേസ് വൗച്ചർ, ഇതാണ് നമുക്ക് കൺസ്യൂമർ പർച്ചേസിനുള്ളത്. നിങ്ങൾ ചെയ്യുന്ന സ്പെയർ പർച്ചേസിന്റെ തൊട്ടടുത്ത സ്ക്രീനാണ്. ഇവിടെ സ്പെയർ പർച്ചേസ് വൗച്ചർ ബാച്ച് വരുന്നു, അതിനടുത്ത് തന്നെയാണ് കൺസ്യൂമർ പർച്ചേസ് വൗച്ചറും. രണ്ടും ഒരു സ്ക്രീൻ തന്നെയാണ്. നിങ്ങളിപ്പം ഈ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ക്രീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺസ്യൂമർ പർച്ചേസ് മാറിയിട്ട് സ്പെയർ പർച്ചേസ് എന്ന് പറഞ്ഞ് കാണിക്കും. കാരണം രണ്ടും ക്ലോൺ ചെയ്ത സ്ക്രീനുകളാണ്. ചെറിയ വ്യത്യാസത്തിന് വേണ്ടി മാത്രം നമ്മൾ ക്ലോൺ ചെയ്തേക്കുന്നതാണ് കൺസ്യൂമർ പർച്ചേസിന്റെ സ്ക്രീൻ. അതായത് സ്പെയർ പർച്ചേസും കൺസ്യൂമർ പർച്ചേസും സ്ക്രീൻ ബേസിക്കലി ഒരൊറ്റ സ്ക്രീനാണ്. ഇപ്പൊ ഞാനിത് റിപ്പോർട്ടിംഗ് സെർവറിലാട്ടോ ഈ സ്ക്രീൻ എടുത്ത് കാണിച്ചേക്കുന്നത്. അപ്പൊ ഇത് ട്രാൻസാക്ഷൻ സേവ് ചെയ്യാൻ പറ്റിയല്ല. ഞാൻ അത് കാണിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ടെസ്റ്റിംഗ് DBയിലെ സ്ക്രീനിന് ചില ടാക്സിന്റെ ചില കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ റിപ്പോർട്ടിംഗ് സെർവറിൽ എടുത്ത് കാണിക്കുന്നത്. നോർമലി നമുക്കൊരു ബ്രാഞ്ച് സെലക്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇത് രണ്ടും ഒരേ സ്ക്രീൻ തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് സൈഡ് ബൈ സൈഡ് ആയിട്ട് എടുത്തിട്ടേക്കുന്നത്. ഓക്കെ,
ഞാനിത് സ്പെയർ പർച്ചേസിന്റെ സ്ക്രീൻ ക്ലോസ് ചെയ്യാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒരു കൺസ്യൂമർ പർച്ചേസിന്റെ സ്ക്രീനിലേക്ക് പോവുകയാണ്, കാണിച്ചു തരാം നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ചെയ്യുന്ന സ്ക്രീനാണ്. നിങ്ങളുടെ ബ്രാഞ്ച് അവിടെ ഡിഫോൾട്ട് ആയിട്ട് വരും. യു ജസ്റ്റ് നീഡ് ടു സെലക്ട് ദ ബ്രാഞ്ച്. ഓക്കെ, ദെൻ പാർട്ടി അക്കൗണ്ട്. ജസ്റ്റ് നിങ്ങളുടെ പാർട്ടി ഏതാണോ ആ പാർട്ടി സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം പർച്ചേസ് അക്കൗണ്ട്, പ്രൈസ് ലിസ്റ്റ്, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം ലോഡാകുന്ന കാര്യങ്ങളാണ്. പിന്നെ റെഫറൻസ് ബിൽ നമ്പർ, നിങ്ങൾക്ക് അറിയാം റെഫറൻസ് ബില്ലിന് നമ്പർ നിങ്ങൾ എന്നാ കൊടുക്കുന്നത് എന്നുള്ളത്. ഡേറ്റ്, ജസ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ് എനിക്ക് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഫുൾ പ്രൊഡക്റ്റ് നെയിം അറിയാൻ കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്നതിന് എന്താ പറ്റുന്നത് വെച്ചാൽ, ഇവിടെ കൊടുക്കുന്ന സ്ക്രീനിൽ കൊടുക്കുന്നത് സെർച്ച് ചെയ്ത് കയറി വരണം. അപ്പോൾ സെർച്ചിങ്ങിന്റെ ലാഗ് ഒഴിവാക്കാനായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ഐറ്റം ആണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്ത് എക്സ് അടിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ ലിസ്റ്റഡ് ആവും. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺവേർഷൻ ഫാക്ടർ എന്ന് പറയുന്ന സാധനമാണ്. കൺവേർഷൻ ഫാക്ടർ ഇവിടെ നമ്മൾ പറയുന്ന സ്പെയറും കൺസ്യൂമബിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്യൂമബിളിന് ഗ്രാമിലാണ് അതിന്റെ മെഷർ വരുന്നത്, ഗ്രാമിലാണ്. അപ്പൊ ഗ്രാമില് മെഷർ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത് ഗ്രാമിലാണ്. എന്തുകൊണ്ട് ഇഷ്യൂ ഗ്രാമിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അതിന്റെ ഫോർമുല വരുന്നത്, ടിൻറ്റുകളുടെ കോമ്പിനേഷന്റെ ഫോർമുല വരുന്നത് നമുക്ക് ഗ്രാമിലാണ്. നമ്മൾ എത്ര ഗ്രാമാണ് പെയിന്റ് വേണം എന്നാണ് നമ്മൾ സ്പെസിഫിക്കലി പറയാറ്. അപ്പൊ നമുക്ക് 300 ഗ്രാം പെയിന്റ് ആണ് വേണ്ടതെങ്കിൽ, ആ 300 ഗ്രാം സിൽക്കി സിൽവർ എന്ന് പറഞ്ഞ കളറാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, സിൽക്കി സിൽവറിന്റെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അതിന്റെ ഫോർമുല വരുന്നത് ഗ്രാമിലാണ്. നമുക്ക് വെയിങ് മെഷീനിൽ നമ്മൾ ഓരോ ടിൻറ്റുകളും തൂക്കിയാണ്, ഓരോ ടിൻറ്റുകളുടെയും വെയിറ്റ് മെഷർ ചെയ്താണ് നമ്മൾ ആ ഒരു പെയിന്റിന്റെ ഫോർമുലയിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് ടിൻറ്റുകളെ കുറിച്ച് അറിയാം എന്നൊക്കെ എനിക്ക് അറിയാം. നിങ്ങൾക്ക് ടിൻറ്റുകളൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ സ്റ്റോക്ക് എടുക്കുന്ന മന്ത്ലി സ്റ്റോക്ക് എടുക്കാൻ നിങ്ങൾ പോകുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് ടിൻറ്റുകളെ കുറിച്ചൊക്കെ അറിയാം. അപ്പൊ ഞാൻ അക്സാൾട്ട എന്ന് പറയുന്ന പെയിന്റിന്റെ കുറച്ച് ടിൻറ്റുകളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഇവിടെ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്, SKU എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കൺസ്യൂമബിൾ സ്റ്റോക്ക് ചെയ്യുന്നത് ഗ്രാമിലാണ്. ഓക്കെ, ഇനി യൂണിറ്റ് ഇതിനെ മെഷർ ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിൽ മെഷർ ചെയ്യാം. ഒന്ന് ഗ്രാമായിട്ട് മെഷർ ചെയ്യാം, രണ്ടാമത്തെ ലിറ്റർ ആയിട്ട് മെഷർ ചെയ്യാം. നമ്മളിപ്പോൾ ഡ്യൂറിങ് അവർ പർച്ചേസ് വി ടേക്ക് ലിറ്റേഴ്സ്. നമുക്കൊരു ബോട്ടിൽ കിട്ടുമ്പം അത് എത്ര ലിറ്റർ ആണെന്നായിരിക്കും സാധാരണഗതി വരുന്നത്, എത്ര ലിറ്റർ ഉണ്ട്. ഇപ്പോൾ AM01 നാച്ചുറലി ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് 6240 ഗ്രാം ആണ്. കാരണം 4 എണ്ണത്തിന്റെ ഒരു പാക്ക് അല്ലെങ്കിൽ 4 ലിറ്റർ ആണ് സാധാരണഗതി വരുന്നതെന്ന് തോന്നുന്നു. അത് 6 എണ്ണം. അപ്പൊ അതിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് 6240 ഗ്രാം ആണ്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പാക്ക് 6420 ഗ്രാം ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ AM06 ഒരു പാക്ക് അല്ലെങ്കിൽ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് 980 ഗ്രാം ആണ്. ഓക്കെ, അങ്ങനെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അതായത് നമ്മുടെ സ്റ്റോക്കിലേക്ക് SKU, സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്, നമ്മൾ എത്ര ഗ്രാം ആകണം എന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഈ ഇവിടെ യൂണിറ്റ് ഓഫ് മെഷറിലെ ഗ്രാം മാറ്റി ലിറ്റർ ആക്കിയാൽ മതിയാവും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന അക്സാൾട്ടയിൽ നിന്ന് കിട്ടുന്ന എക്സൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഗ്രാവിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാവും. ഗ്രാവിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ അല്ലെങ്കിൽ ലിറ്റർ മെഷറിൽ അത് എത്ര ഗ്രാം ഉണ്ട് എന്ന് പറയുന്ന. നമുക്ക് അറിയാം, നമ്മളിപ്പോ എന്ത് ലിക്വിഡിനും അതിന് ഇക്വലന്റ് ഗ്രാം ഉണ്ട്. 200 ml ബോട്ടിലിരിക്കുന്ന 200 ml ഗ്ലാസ്സിലിരിക്കുന്ന ചായ ഗ്ലാസ്സിലിരിക്കുന്ന ആ
ചായക്കും അതിനൊരു ഗ്രാം വെയിറ്റും കൂടെ ഉണ്ട് ഇക്വലന്റ്. അതുപോലെ തന്നെ എല്ലാ പെയിന്റ് കൺസ്യൂമറുകളും നമ്മൾ ഗ്രാമിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. കാരണം അതിന് അതിന്റെ ഫോർമുല ഗ്രാമിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കൺവേർഷൻ പർച്ചേസിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് ഗ്രാമിലേക്ക് ആക്കിയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. അതാണ് സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റും. നമുക്ക് കിട്ടുന്ന യൂണിറ്റ് ഓഫ് മെഷർ ആണ് ലിറ്റർ. ലിറ്റർ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കാരണം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ബോട്ടിൽ ലിറ്ററിലാണ് നമ്മൾ ആ കൺസെപ്റ്റിലാണ് പോകുന്നത്. ഇപ്പം നമുക്ക് 1 ലിറ്ററിന്റെ ബോട്ടിലുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഈ പ്രൊഡക്റ്റുകൾ കൊടുക്കുമ്പം 1 ലിറ്ററും 1/2 ലിറ്ററും വരുന്ന കേസുകളുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ഓരോന്നിനും ഇൻഡിവിജ്വലി അത് പറഞ്ഞിട്ടുണ്ട്. AM06 1/2 ലിറ്റർ ഉണ്ടെങ്കിൽ ആ 1/2 ലിറ്ററും നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ടാവും. ഒരു ലിറ്ററും 1/2 ലിറ്ററും ആയിട്ടുള്ള ഇതെല്ലാം തന്നെ നമ്മൾ ഇൻഡിവിജ്വലി അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തെറ്റുകൂടാതെ ഇതിന്റെ ഗ്രാം കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ പർച്ചേസിൽ ഇനി നെക്സ്റ്റ് വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു കൺവേർഷൻ എടുത്തു. ഈ കൺവേർഷൻ എടുത്തു കഴിഞ്ഞ് ഇതിന്റെ MRP ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വില തന്നെയാണ് നമ്മുടെ MRP. കാരണം നമ്മളത് സെൽ ഔട്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇവിടെ MRP എന്ത് കൊടുക്കുന്നു? ഇവിടുത്തെ MRPയുടെ ഇമ്പോർട്ടൻസ് എന്നാ വെച്ചാൽ നമ്മളിവിടെ ബാച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു ബാച്ച് ക്രിയേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ പ്രൊഡക്റ്റ് ബാച്ച് വരും. അതായത് ഈ ഓരോ പർച്ചേസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഓരോ പാർട്ടും നമ്മൾ പർച്ചേസ് എടുക്കുമ്പം അതിനൊരു പ്രൊഡക്റ്റ് ബാച്ച് ക്രിയേറ്റ് ആവും. അതിൽ ടാഗ് ആകേണ്ട MRP എത്രയാണോ അതാണ് വരുന്നത്. ഈ MRP എന്ന് പറയുന്നത് ഈ ടാക്സ് ഇൻക്ലൂഡ് ചെയ്ത എമൗണ്ട് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൺസ്യൂമറിന്റെ ഈ സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ഞാൻ പഴയൊരു എക്സൽ എടുക്കണേ. ലെഫ്റ്റിൽ വരുമ്പോൾ ഇതിന് ഇവിടെ ഒരു MRP കാണിച്ചിട്ടുണ്ട്. MRP എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ടാക്സ് ആണ്. നമ്മുടെ പർച്ചേസ് വരുമ്പോൾ ടാക്സ് കാണിക്കില്ല. പക്ഷെ നമ്മൾ MRP ടാക്സ് അടങ്ങിയ എമൗണ്ട് ആണ് ഇവിടെ MRP എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. അതായത് ഈ AM01 ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് ബില്ലിൽ കാണിക്കുന്നത്. ടാക്സ് അടക്കമുള്ള എമൗണ്ട് ടോട്ടലിലായിരിക്കും കാണിക്കുന്നത്. നമുക്ക് ഇവിടെ വേണ്ടത് ആ MRP എന്ന് പറഞ്ഞ ബാച്ച് ക്രിയേറ്റ് ചെയ്യാനാണ് MRP ആവശ്യം വരുന്നത്. അതുകൊണ്ട് ടാക്സ് അടക്കമുള്ള എമൗണ്ട് ആണ് MRPയിൽ കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ ഇത് ചിന്തിക്കുകയാണെങ്കിൽ ഇത് അക്സാൾട്ടയുടെ ആണ് കേട്ടോ. അല്ല, അക്സാൾട്ടയുടെ അല്ല. അതുകൊണ്ട് ഇതിൽ എനിക്ക് കൃത്യം അറിയത്തില്ല, ഞാൻ നോക്കാം. ഇത് വാട്ടർ വേസ്റ്റ്. അപ്പം ഒരു ടാക്സ് കഴിഞ്ഞുള്ള എമൗണ്ട് 6500 ആണെങ്കിൽ ഞാൻ സപ്ലൈ ടെക്സ്റ്റ് A കൊടുക്കുന്നു. ഈ ഇവിടെ യൂണിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 6500 നമുക്ക് അവിടെ കാണാം. ടാക്സ് ഇല്ലാത്ത എമൗണ്ട് ആയിരിക്കും ഓരോ ലൈനിലും അവിടെ ടാക്സ് താഴെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് ഒരു പർച്ചേസ് ബില്ല് എടുത്തു കഴിഞ്ഞാൽ. ഇപ്പം MRP 6500 ആണ് വരുന്നെങ്കിൽ %% ടാക്സ് ഡിക്രീസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് അവിടെ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇതായിരിക്കും ഇതിന്റെ യൂണിറ്റ് റേറ്റ് വരുന്നത്. അപ്പം ഈ MRP നമ്മുടെ യൂസേജ് ഒരൊറ്റ കാര്യത്തിനേ ഉള്ളൂ. നമ്മൾ നമ്മളിത് സെൽ ഔട്ട് ചെയ്യാത്തതുകൊണ്ടോ കസ്റ്റമറിന്റെ ബില്ല് വരാത്തത് കൊണ്ടും നമുക്ക് MRP എന്ന് പറയുന്നത് ഇവിടെ ബാച്ച് ക്രിയേഷന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു സാധനമാണ്. പ്രൊഡക്റ്റ് ബാച്ച് ഇവിടെ വരികയല്ല. നിങ്ങൾ ഇത് റിപ്പോർട്ടിംഗ് സെർവറിലാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രൊഡക്റ്റ് ബാച്ച് വരാത്തത്. ഇപ്പൊ പ്രൊഡക്റ്റ് ബാച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് വേണ്ടി വരുന്നത്. രഞ്ജു, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ കൺവേർഷൻ ഫാക്ടർ ഡീഫോൾട്ട് ആയിട്ട് വരുന്നത് പോലെ MRP ഡീഫോൾട്ട് ആയിട്ട് വരാൻ പറ്റൂലേ? MRP ഡിഫോൾട്ട് ആയിട്ട് നിങ്ങളുടെ പർച്ചേസിൽ കാരണം MRP അക്രോസ് PVSL സ്റ്റാറ്റിക് ആണല്ലോ. അത് പിന്നെ ബ്രാഞ്ച് ടു ബ്രാഞ്ച് മാറുന്നില്ല.
ഞാനത് പർച്ചേസ് പ്രൈസ് ലിസ്റ്റിൽ ടാഗ് ചെയ്യാം. പക്ഷെ എന്തുകൊണ്ടാണ് അതിലൊരു പ്രശ്നമുണ്ട്. നമ്മുടെ നമ്മൾ ഈ ബാച്ച് വന്നതോടെ MRP എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു പൊട്ടൽ വീണിട്ടുണ്ട്. ഈ ബാച്ച് വരുന്നതിന് മുമ്പ് നമുക്ക് MRP സ്റ്റാറ്റിക് ആയിരുന്നു ഓൾമോസ്റ്റ്. അത് നമ്മൾ ഇവിടെ പിടിക്കാറും ഉണ്ടായിരുന്നു. ഈ കൺസ്യൂമർ പർച്ചേസ് വൗച്ചർ എന്ന് പറഞ്ഞ ഈ സ്ക്രീൻ അത് ലോക്ക്ഡും ആയിരുന്നു. ഓക്കെ, അത് ലോക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഇൻഡിവിജ്വൽ സ്ക്രീൻ ആയിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് അപ്ലോഡ് ചെയ്യാം, ഈ MRP അപ്ലോഡ് ചെയ്യാം. അതൊരു നമ്മുടെ ഒരു ആവശ്യമാണ്, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. പക്ഷെ എനിക്ക് അതിനെ ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം വിങ്സുകാരോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ബാച്ച് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നതിന് ശേഷം ആ പോസിബിലിറ്റി ഇല്ലെന്നാ പറയുന്നത് ആ സ്ക്രീനിൽ. അല്ല, അത് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം പർച്ചേസ് പ്രൈസ് കൊടുത്തിട്ട് പിന്നെ അതിന്റെ കൂടെ ടാക്സ് ആഡ് ചെയ്തിട്ട് MRP ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കണം. അത് പറഞ്ഞ കാര്യമാണ്, എനിക്ക് മനസ്സിലായി. ഞാൻ തിരിച്ച് നിങ്ങളെ കാണിച്ചു തന്നു. ഞാൻ MRP റിവേഴ്സാ ചെയ്തത്. നിങ്ങൾക്ക് ചെയ്യേണ്ട വരുന്നത് തിരിച്ചായിരുന്നു. 5500 വരുമെങ്കിൽ നിങ്ങൾക്ക് എത്ര വരും MRP അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു. അതെ, അതൊരു പ്രശ്നമാണ് കേട്ടോ. ഞാൻ അത് മനസ്സിലായി. നിങ്ങൾക്ക് ബ്രാഞ്ചിലുള്ളവർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുക. കാരണം നിങ്ങൾക്ക് ഈ പർച്ചേസിന്റെ ബില്ല് എടുത്തു കഴിഞ്ഞാൽ ഒരു ലൈനിൽ വന്ന് നിൽക്കുന്നത് ടാക്സിന് മുമ്പുള്ള എമൗണ്ടാണ്. നിങ്ങൾക്ക് MRP കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഓരോ എമൗണ്ടും എടുത്തിട്ട് 18% ടാക്സ് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അത് MRP ആയിട്ട് കൊടുക്കേണ്ടി വരും. ഈ MRP ടാഗ് ചെയ്യുന്നതിന് പകരം ബിൽ പ്രൈസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് MRP കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റുമോ? ഇത് ആക്ച്വലി ഇതിന്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഇത് കൺസ്യൂമറിന്റെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പർച്ചേസിന്റെ സ്ക്രീനിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്ക്രീനാണ്. അത് ആദ്യ കാലങ്ങളിൽ നമ്മൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രൈസ് സ്റ്റാറ്റിക് ആക്കണമായിരുന്നു. നമുക്ക് കോൺട്രാക്ട് പ്രകാരം നമ്മുടെ പ്രൈസ് ഇൻ ബിറ്റ്വീൻ കൂടാൻ പാടില്ല. അങ്ങനെ പ്രൈസ് കൂടുകയും ഡീവിയേഷൻ വരികയും ചെയ്താൽ പർച്ചേസ് അവിടെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വെണ്ടറിന്റെ അടുത്ത് നമുക്ക് ഒരു ഡിസ്കഷൻ ആവശ്യമാണെന്ന് പറഞ്ഞായിരുന്നു ഇതിനെ കൊണ്ടുവന്നത്. പക്ഷെ എനിക്ക് രഞ്ജു പറയുന്നത് മനസ്സിലായി. ഇതിന്റെ ഒരു ഫ്യൂച്ചർ കോംപ്ലിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ പ്രൈസ് നമ്മൾ MRP കാൽക്കുലേറ്റ് ചെയ്യാതെ ബിൽ പ്രൈസ് തന്നെ കൊടുത്തു, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൂടെ കുറയെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ എടുക്കുമ്പോഴോ കൺസംഷൻ എടുക്കുമ്പോഴോ ഒക്കെ ഇതിനെ എഫക്ട് ചെയ്യും, ഇല്ലേ? എടുക്കും, ചെറിയ ഡീവിയേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ ആൾക്കാര് എല്ലാവരും 100% അത്രയും എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളൊന്നല്ല. അല്ലെങ്കിൽ ഇത് സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകൾ ഇത് കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് കാത്തിരിക്കണം. ഇന്നലെ എടുത്ത പർച്ചേസ് ബില്ലിൽ എന്തെങ്കിലും എറർ ഉണ്ടോ ഇല്ല എന്നൊക്കെ കൺഫേം ചെയ്തിട്ട് പിന്നെ അക്കൗണ്ട്സിലേക്ക് അത് പോകുന്ന കോലത്തിലാക്കാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലായി. ഞാനിത് എന്റെ മൈൻഡിലുള്ള കാര്യമാണ്. ഇത് എനിക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യേണ്ട വരും. കാര്യം എന്നാ വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ കൺസ്യൂമർ പർച്ചേസ് ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയാലേ അതിന്റെ ഡീവിയേഷൻസിൽ എനിക്ക് ഒരു കറക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ലോങ് പീരീഡ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നില്ല. വിത്ത് ഇൻവെന്ററി നടക്കുന്നില്ല. ഞാൻ നിങ്ങളുമായിട്ട് ഇൻ ടച്ചിലായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസീവ് കൊണ്ടുവരാനായിട്ട് ഞാൻ വിങ്സിൽ ഇത് ചെയ്യാം. അപ്പൊ എനിക്ക് തന്നെ കുറച്ച് ഇൻപുട്ട് ഉണ്ട്. പക്ഷെ എനിക്ക് എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഇല്ല ഇപ്പം. ഇതിനെ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുന്നുള്ള ഞാനിത് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നമുക്ക് ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് വരും. കാര്യം കൺസ്യൂമർ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എല്ലാം കറക്റ്റ് ചെയ്ത് സ്മൂത്ത്ലി ഫംഗ്ഷനിങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഓരോ കാര്യത്തിലും ഞാൻ പർച്ചേസ് പ്രൈസ് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഈ പർച്ചേസ് പ്രൈസ് കൊണ്ടുവരുമ്പോൾ എനിക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ MRP കൊണ്ടുവരുന്നത് പോലെ തന്നെ എനിക്ക് യൂണിറ്റ് പ്രൈസും കൊണ്ടുവരണം ഇവിടെ. കാരണം വെച്ചാൽ അതർ കൺസ്യൂമറിലും ഇതിൽ കുറച്ച് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് ഇതിന്റെ. അപ്പൊ ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇതില് ഈ പർച്ചേസ് ഞാൻ റിപ്പോർട്ടിംഗ് സെർവറിൽ എടുത്തേക്കുന്നത്. അത് റിപ്പോർട്ടിംഗ് സെർവറിൽ ചില കാര്യങ്ങൾ നടക്കില്ല. അപ്പം ഞാൻ ഈ GSTയുടെ ഒരു സൈഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പർച്ചേസ് എടുത്ത കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യത്തെ ലൈൻ മാത്രം അതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പം ഇനി നമ്മൾ എടുത്തു നോക്കേണ്ട സമ്മറിയാണ്. ഇത് 18% GST വന്നിട്ടുണ്ട്. GST ടാക്സ് സ്ട്രക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട് 18%. അതുപോലെ തന്നെ HSN കോഡ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ പർച്ചേസ് എടുക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ ഇവിടെ. അതിനെ നമുക്ക് സാധാ പർച്ചേസ് പോലെയല്ല, ഇതിനെ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റിൽ ഒരു കൺവേർഷൻ ഉണ്ട്. ഇത് മാത്രമാണ് ഇതിൽ ഒരു ഡിഫറൻസ് ഉള്ളൂ.
അപ്പൊ നിങ്ങൾക്ക് സ്പെയർ ടീമിന് ഞാൻ ഇതിൽ വലിയധികം എലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ സമ്മറി നോക്കി കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ വരും, ടാക്സ് വരും. നിങ്ങൾ സാധാരണ ഒരു പർച്ചേസ് എടുക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടോ? ഒരു പർച്ചേസിലുള്ള ഒരു കാര്യം ഞാൻ ഇനി നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്നാ വെച്ചാൽ, ഇവിടെ വന്നേക്കുന്ന സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റിൽ വരുന്ന കൺവേർഷൻ ഫാക്ടർ ഞാൻ ERP എന്നാണ് സപ്പോർട്ട് ചെയ്ത് ഇത് ടാഗ് ചെയ്ത് വരുന്നത്. ഇപ്പൊ നിങ്ങൾ എടുക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, M01 നിങ്ങൾക്ക് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ട് എങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ആ സപ്പോർട്ടിങ് ഡോക്യുമെന്റ് സഹിതം തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കാര്യം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് കൺസ്യൂമബിൾ കുറേ അധികം ഉണ്ട്. അക്സാൾട്ട ഉപയോഗിക്കുന്നുണ്ട്, സീക്വൻസ് ഉണ്ട്. സീക്വൻസ് തന്നെ 2 കാറ്റഗറി, വാട്ടർ ബേസ്ഡും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. പിന്നെ ഏഷ്യൻ PPG കുറെ സ്ഥലങ്ങളിലുണ്ട്. നമുക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് വരാം, ഇത് പലതും ഉണ്ട്, പല ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ ഞാനിത് പർച്ചേസ് ചെയ്യാൻ നിങ്ങളെ കാണിച്ചു. മീൻ ചെന്നൈ ടീംസ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചെന്നൈ ടീം, ഡു യു ഹാവ് എനി ഡൗട്ട് അബൌട്ട് ദിസ് കൺസ്യൂമർ പർച്ചേസ്? ചെന്നൈ ടീം ഉണ്ടോ ചേട്ടാ? ഓക്കെ, if you have any other doubt, you just speak to me right now. Just I am going next stage. നിങ്ങൾ ഒരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് വാല്യുവേഷൻ ഇത് വരും. ഇപ്പൊ ഞാൻ സ്റ്റോക്ക് വാല്യുവേഷൻ എങ്ങനെ വരുന്നു എന്ന് കാണിക്കാനായിട്ടാണ് ഞാനൊരു സ്ക്രീൻ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് എളമക്കരയുടെയാണ്. ഇപ്പൊ എളമക്കരയിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് കയറിയേക്കുന്നത്. അത് എത്ര ഗ്രാം ഉണ്ട്, എത്ര ഗ്രാം ക്വാണ്ടിറ്റി, എത്ര വാല്യൂ, ഇതാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. അവിടെയുള്ളത് അക്സാൾട്ടയാണ്. ഈ ബൈഫർക്കേഷൻ ആ റിപ്പോർട്ട് നിങ്ങൾക്ക് അറിയാവുന്ന റിപ്പോർട്ട് തന്നെയാണ്. റോഷർ റിപ്പോർട്ടിൽ ഇൻവെന്ററി റിപ്പോർട്ടിൽ സ്റ്റോക്ക് വാല്യുവേഷൻ കാറ്റഗറി വൈസ് ഈ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് കൺസ്യൂമറിന്റെ വാല്യുവേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കേണ്ട റിപ്പോർട്ട്. ഡു യു ഹാവ് എനി ഡൗട്ട് അബൌട്ട് ദിസ്? നിങ്ങൾ എടുക്കുന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന കൺസ്യൂമബിൾ അതിന്റെ ഹെഡിങ്ങിന്റെ കീഴിൽ വരും. അക്സാൾട്ട ഉണ്ട്, സീക്വൻസ് ഉണ്ട്. സീക്വൻസിന് പുറമെ നമ്മൾ ആ സീക്വൻസ് തന്നെ വാട്ടർ ബേസ്ഡും അതുപോലെ തന്നെ അല്ലാത്തതും നമ്മൾ 2ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ ഡിവൈഡർ ആയിട്ട് കിട്ടും. പിന്നീട് ഏഷ്യൻ PPG ആണെങ്കിൽ അത് വേറൊരു ഹെഡറായിട്ട് വരും. അപ്പൊ ഇവിടെ അക്സാൾട്ട എന്ന് പറയുന്ന ഹെഡറിന്റെ കീഴിൽ വന്നേക്കുന്ന ഐറ്റംസ് എല്ലാം ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഞാൻ എടുത്ത പാത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്ത് തന്നെയാണ്. സ്റ്റോക്ക് വാല്യുവേഷൻ കാറ്റഗറി വൈസ് ആണ് റിപ്പോർട്ട്സിൽ, കോൺഫിഗർ റിപ്പോർട്ട്സിൽ, ഇൻവെന്ററി റിപ്പോർട്ട്സിൽ, സ്റ്റോക്ക് വാല്യുവേഷൻ കാറ്റഗറി വൈസ്. ഓക്കെ, ഇനി ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് പോവാണ്. അടുത്തത് ഞാൻ ടെസ്റ്റിംഗ് DBയിലേക്കാണ് വന്നേക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ സ്റ്റോക്കിലുള്ള കൺസ്യൂമബിൾ ഇഷ്യൂ ചെയ്യുന്നത്? ഇതൊക്കെ ഒരു തവണ 1, 2, 3 തവണ നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിൽ റൺ ചെയ്ത ഒരു കാര്യമാണ്. ഓക്കെ, എങ്ങനെ കൺസ്യൂമബിൾ ബോഡി ഷോപ്പ് വെഹിക്കിളിൽ ഇഷ്യൂ ചെയ്യുന്നു അതിനുള്ള ട്രാൻസാക്ഷൻ ആണ് കാണിച്ചു തരുന്നത്. ഓട്ടോ DMS, സർവീസ്, ബോഡി ഷോപ്പ് സർവീസ്, കൺസ്യൂമബിൾസ്, ബോഡി ഷോപ്പ് കൺസ്യൂമബിൾ റിക്വസിഷൻ. നിങ്ങളുടെ ബ്രാഞ്ച് സെലക്ട് ചെയ്തു, നിങ്ങളുടെ ലൊക്കേഷൻ സെലക്റ്റഡ് ആയി. നൗ നമുക്ക് കിട്ടാൻ പോകുന്ന വെഹിക്കിൾ ഏതാന്നുള്ളതിനാ. ഇവിടെ ബോഡി ഷോപ്പ് ജോബ് കാർഡ് നമ്പർ കൊടുത്താൽ മതി.
ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ബ്രാൻഡ് കളർ ഷെയ്ഡ്. ഓക്കെ, നമ്മുടെ കളർ ബ്രാൻഡ് സെലക്ട് ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ കളർ ബ്രാൻഡ് അക്സോനോബിൾ ആണ്. അക്സോനോബിൾ ടെസ്റ്റിംഗ് ടി വി ആട്ടോ ഇത്. അപ്പം അക്സോനോബിൾ ആണ്. അക്സോനോബിളിൽ ഏത് കളറാണ് നമ്മുടെ ഇത് നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ ഏതാണോ കളർ ഉപയോഗിക്കുന്നത്, ഏത് കമ്പനിയുടെ പെയിന്റ് ആണോ ഉപയോഗിക്കുന്നത്, അതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതിന്റെ കീഴിൽ വരുന്ന കളറുകളായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ ബ്രീസ് ബ്ലൂ എന്ന് പറഞ്ഞ വാഗണാറിന്റെ കളറാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് വരുന്നത്, ഇപ്പൊ ഇവിടെ നമ്മുടെ ജോബ് കാർഡ് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്പ്ലേഡ് ആണ്. പെയിന്റ് ആപ്ലിക്കേഷൻ ഏരിയ ചില റിപ്പോർട്ടുകളിൽ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇതനുസരിച്ച് ഡിസ്പ്ലേ വരുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മള് ബമ്പർ നമ്പർ ഓഫ് പാനൽസ്, എത്ര പാനലാന്നുള്ള ബോഡി ഷോപ്പുകാർ പറയും, അത്രയും പാനലായിട്ട് കാണിക്കുക. ഹാഫ് പാനൽ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഡോട്ട് 5 കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് പാനലായിട്ട് കൗണ്ട് ചെയ്യും. അപ്പം ഇത് എത്ര പാനലാണ്, ഏത് ഏരിയയിലാണ് പെയിന്റ് അപ്ലൈ ചെയ്തത് എന്നുള്ളത് ആണ് ഇവിടെ ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യുന്നത്. നെക്സ്റ്റ് പെയിന്റ് ഷെയ്ഡ് ഡീറ്റെയിൽസ് മീൻസ് ഈ ബ്രീസ് ബ്ലൂ എത്ര ഗ്രാം ആണ് വേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ഈ ബ്രീസ് ബ്ലൂവിന് നമുക്ക് അക്സോണബിൾ സെക്കൻഡ്സുകാർ നമുക്ക് തന്നേക്കുന്ന ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല പ്രകാരം നമ്മൾ 200 ഗ്രാം പെയിന്റ് ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ 200 ഗ്രാമിന്റെ ടിൻറ്റുകളുടെ റേഷ്യോ ഇവിടെ വരുന്നത്. ഓക്കെ, ഇത് ഒരു എക്സാക്ട് ഫോർമുലയായിട്ട് നിങ്ങൾക്ക് എടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അക്സോനോബിളുമായിട്ട് അവർ തന്ന ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ തന്ന ഫോർമുല കുറച്ച് പഴയതാണ്. അപ്പം നമ്മുടെ ഗ്രാമിൽ ചെറിയ വ്യത്യാസം വരും. നിങ്ങൾ ഈ ബ്രീസ് ബ്ലൂവിന്റെ ഈ പർട്ടിക്കുലർ ഷെയ്ഡ്, ആ ഡീവിയേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്താണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോർമുല വെച്ച് ഇത് നമുക്ക് കറക്ഷൻ ചെയ്തു തരാൻ പറ്റും. ഇപ്പൊ ബ്രീസ് ബ്ലൂ എന്ന് പറയുന്നത് MM800 DC എന്നും MM971, MM954, MM400, MM342, MM600, MM800 DF, ഇത്ര എണ്ണത്തിന്റെ ഈ കളർ റേഷ്യോയിൽ വരുന്ന കോമ്പിനേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. 200 ഗ്രാമിന് വേണ്ടി വരുമ്പോൾ ഈ റേഷ്യോ അനുസരിച്ച് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇഷ്യൂ ആകേണ്ടത്. ഇവിടെയുള്ള ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമലിന് ശേഷമുള്ളത് വിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു റെഡ് മാർക്ക് വന്നേക്കുന്നത്. ഇത് എല്ലാം ഗ്രാമിലാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഈ 0.200 കൊടുക്കരുത്, ഗ്രാമിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം 200 ഗ്രാമാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കൊടുത്തേക്കുന്ന 0.5 ഗ്രാം ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ 1 ഗ്രാമിൽ താഴെ ഒരെണ്ണം ഇഷ്യൂ ചെയ്യാൻ വിങ്സ് ട്രൈ ചെയ്യല. അപ്പോൾ 1 ഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ 1 ഗ്രാം ഇഷ്യൂ ചെയ്യാൻ പറ്റും നമുക്കത്. ഇതല്ല 70 ഗ്രാം. ഫസ്റ്റ് വൺ MM800 DC 70 ഗ്രാം ആണ് നമുക്ക് ഈ കോമ്പിനേഷനിൽ വേണ്ടി ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത്. ഇവിടെ 0.5 ഗ്രാം അലോ ചെയ്യാത്തതുകൊണ്ട് ഞാനൊരു 1 ഗ്രാം കൊടുത്തിട്ടുണ്ട്. കാര്യം ചിലപ്പോൾ ഇതൊരു ഡ്രോപ്പ് ആയിരിക്കും. ഓക്കെ, ഇതിന് ശേഷം വരുന്നത് 954, ഞാനൊരു 6 ഗ്രാം ആണ് നമ്മുടെ ഫോർമുല പ്രകാരം 200 ഗ്രാം ആകാനായിട്ട് വേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ ഈ ഫോർമുലയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ഇത് കാലോചിതമായിട്ട് അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ, എനിക്ക് കൺഫർമേഷൻ തന്നാൽ എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഓരോ കളർ ഷെയ്ഡിലും ഡീവിയേഷൻ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തന്നേക്കുന്നത് ഇത് ഒഫീഷ്യലി അവർ പണ്ട് പോലെ ഉപയോഗിച്ച് വരുന്ന ഒരു എക്സലാണ് നമുക്ക് തന്നേക്കുന്നത്. പക്ഷെ നമ്മുടെ ബ്രാഞ്ചിൽ വരുമ്പോൾ അതിന് അപ്ഡേറ്റഡ് ആയിരിക്കും, കൃത്യമായിരിക്കും, പുതിയതായിരിക്കും. അപ്പൊ ഇതിന് നിങ്ങളുടെ ഒരു ഹെൽപ്പ് എനിക്ക് തരണം. ഇനി ഇതിൽ വരാത്ത എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതർ കൺസ്യൂമറിൽ വന്ന് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതർ കൺസ്യൂമബിളിൽ നിങ്ങൾ ടോട്ടൽ എത്ര ഗ്രാം ഇഷ്യൂ ചെയ്യുന്നോ അത്രയും ഗ്രാം വേണം കൊടുക്കാൻ. ഇപ്പം
നിങ്ങൾ ഫോർമുല പ്രകാരം 2.5 ഗ്രാമിന്റെ ഒരു ഫോർമുല പ്രകാരം നിങ്ങൾ 50 കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോട്ടലി ഫിസിക്കലി എത്ര പോയിട്ടുണ്ടോ അത് അത്രയും തന്നെ ഇവിടെ കൊടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ 2.5 ഗ്രാമിന്റെ ഫോർമുലയാണ് ഇട്ടത്, അത് ഞാൻ 60 ഗ്രാം ആണ് ഇട്ടത്. അപ്പം ആക്ച്വലി 2.5 into 60 ആണ് വരുന്നത്. അപ്പം നമ്മൾ 150 എന്ന് ഇവിടെ കൊടുക്കേണ്ടി വരും. പെയിന്റ് കൺസ്യൂമബിൾ ഇഷ്യൂ ചെയ്യാൻ നിൽക്കുന്നവർക്ക് അറിയാം. ആക്ച്വലി നമ്മുടെ വെയിങ്ങിൽ അവിടെ ഒരു ഫോർമുല അപ്ലൈ ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഫോർമുല കൊടുത്തിട്ട് അത് എത്ര ഗ്രാം ആണ് ആ ഫോർമുല പ്രകാരം എന്ന് പറഞ്ഞാലും ഫിസിക്കലി ടോട്ടൽ ഫിസിക്കലി ഒരു ഗ്രാം ഉണ്ട്, അത് ഇവിടെ നമുക്ക് കിട്ടേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ റേറ്റ് വരുന്നില്ല. അപ്പൊ ആ റേറ്റ് എനിക്ക് ഇഷ്യൂ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വലിയ MRP ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇച്ചിരി മുമ്പ്. ഞാൻ രണ്ടും അപ്ഡേറ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ എനിക്കൊരു അപ്ഡേറ്റ് തന്നാൽ മതി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഇഷ്യൂ ടൈപ്പ് ഫ്രീ ആണ്. ഇതാണ് നമ്മുടെ റിക്വസിഷൻ. റിക്വസിഷന് 3 പോർഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ കളർ ബ്രാൻഡ് സെലക്ട് ചെയ്യണം, അതിന്റെ കീഴിൽ വരുന്ന ഷെയ്ഡ് ഏതാണെന്ന് സെലക്ട് ചെയ്യണം, പെയിന്റ് ആപ്ലിക്കേഷൻ ഏരിയ ഏതാണെന്ന് സെലക്ട് ചെയ്യണം, പെയിന്റ് ഷെയ്ഡ് പ്രകാരം നമുക്ക് എത്ര ഗ്രാം ആണ് വേണ്ടതെന്ന് ഇവിടെ പറയണം. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇവിടെ കറക്ഷൻസ് ഉണ്ട്, കറക്ഷൻ ചെയ്യണം. ഇതായിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. നമ്മുടെ കൺസ്യൂമർ റിക്വസിഷനോ കൺസ്യൂമർ ഇഷ്യൂ നമുക്ക് റിട്ടേൺ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടിൻറ്റുകളെ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് റിട്ടേൺ ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി അതർ കൺസ്യൂമബിൾ ഉണ്ട്. ഇവിടെ അതർ കൺസ്യൂമബിൾ കൊടുക്കുമ്പോൾ ഫിസിക്കലി എത്ര ഗ്രാം ടോട്ടലി പോയി എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അത് വേണം ഇവിടെ കൊടുക്കാൻ. ഇല്ലെങ്കിൽ അത് സ്റ്റോക്ക് ചെയ്യുന്ന കുറയില്ല. അത്ര നമുക്ക് കൃത്യമായി സ്റ്റോക്ക് ചെയ്യുന്ന കുറയുക. ആക്ച്വലി നമ്മൾ ഈ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെന്ററിയിൽ നിന്ന് നമ്മൾ പെയിന്റ് സ്റ്റോക്ക് ചെയ്യുന്നത് ഗ്രാമിലും നമുക്ക് അത് ഇഷ്യൂ ചെയ്യുന്ന ഗ്രാമിലുമാണ്. അത് പെർഫെക്റ്റ്ലി അത് നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് കുറയാനായിട്ടാണ് നമ്മൾ ഈ ബോർഡ് ഓഫ് കൺസ്യൂമർ റിക്വസിഷൻ ഒക്കെ വന്നേക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വെറുതെ ഓരോ ടിൻറ്റുകളും നമ്മൾ ഇഷ്യൂ ചെയ്തത് ഇവിടെ എൻട്രി ചെയ്യണമായിരുന്നു. അതൊരു ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു, അത് സമയം പോകുന്ന ഒരു പണിയായിരുന്നു. അതിനു വേണ്ടിയാണ് നമ്മൾ ബോർഡ് ഓഫ് കൺസ്യൂമർ റിക്വസിഷൻ എന്ന് പറഞ്ഞ സ്ക്രീൻ കൊണ്ടുവന്നത്. ഓക്കെ, ഞാൻ ഈ ബോഡി ഓഫ് കൺസ്യൂമർ റിക്വസിഷൻ സേവ് ചെയ്യാണ്. ഇത് ടെസ്റ്റിംഗ് DBയിലാട്ടോ ഞാൻ ചെയ്യുന്നത്. പറഞ്ഞോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഇനി ഞാൻ റിക്വസിഷൻ ചെയ്തു, ബോഡി ഷോപ്പ് കൺസ്യൂമർ ഇഷ്യൂ ചെയ്യുന്ന സ്ക്രീനിലേക്ക് പോവുകയാണ്. നിങ്ങൾ പാത്ത് കണ്ടെന്ന് വിചാരിക്കുന്നു. ബോഡി ഷോപ്പ് കൺസ്യൂമർ ഇഷ്യൂ സ്ക്രീനിൽ ഞാൻ ജോബ് കാർഡ് സെർച്ച് ചെയ്തു. നമ്മൾ അവിടെ കൊടുത്ത എല്ലാ ഐറ്റവും ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്കിങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ബാച്ച് നിങ്ങൾ സ്പെയർ ഇഷ്യൂ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇവിടെ എല്ലാം ബാച്ചുകൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് കൺസ്യൂമർ രഞ്ജു, ഇതിനകത്ത് അതർ കൺസ്യൂമറിൽ എൻട്രി ചെയ്ത ഒരു ഐറ്റം ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നിട്ടില്ല എന്ന് സംശയമുണ്ട്. അതർ കൺസ്യൂമർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി പറഞ്ഞു കേട്ടോ, കാണിച്ച. ഈ അതർ കൺസ്യൂമർ എന്ന് പറഞ്ഞത് പിന്നെ നോർമല് നമ്മൾ എത്ര ടിൻഡ് എടുത്തോ, എത്ര എണ്ണം ടിൻഡ് എടുത്തോ ആ പിന്നെ വരാത്തതാണല്ലോ അത്, അതില് ലിസ്റ്റ് ഔട്ട് ചെയ്യാത്തതാണല്ലോ അതർ കൺസ്യൂമറിൽ നമ്മൾ എൻട്രി ചെയ്യുന്നത് അല്ലേ? അല്ല, അത് ഓക്കെ, നിങ്ങൾ പറഞ്ഞതിൽ രണ്ട് സൈഡ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അതർ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പെയിന്റ് ഫോർമുലയില്
ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്ത എല്ലാ അല്ലെങ്കിൽ കൊടുക്കേണ്ട സാധനം. ഞാനിപ്പോ ഇവിടെ കൊടുത്തേക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്ത് കൊടുത്താൽ അവിടെ സ്റ്റോക്ക് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു സാധനം കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അതർ കൺസ്യൂമർ അതർ കൺസ്യൂമർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് അവിടെ സ്റ്റോക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ചെയ്തതാ കേട്ടോ. അപ്പൊ നമ്മള് എന്താ പറയാ, അതിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത്, ഫസ്റ്റ് ലിസ്റ്റിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പിന്നെ വരാത്ത ഒരു ടിൻറ്റും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണല്ലോ അതർ കൺസ്യൂമർ ഇഷ്യൂ ചെയ്യേണ്ടത് അല്ലേ? അതെ 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 അതെ. ഓക്കെ, പക്ഷെ ഇത് ഇഷ്യൂ ബാച്ചിലേക്ക് അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നിട്ടില്ല എന്നൊരു സംശയം ഉണ്ട്. അതാ ഞാൻ പറയാൻ കാരണം. ഇഷ്യൂ ബാച്ചിലേക്ക് അത് വന്നിട്ടില്ല. രണ്ടാമത്തെ കേസ്, നമ്മളവിടെ 200 പിന്നെ ഗ്രാം ആണല്ലോ ടോട്ടൽ പെയിന്റ് വെയിറ്റ് കൊടുത്തത്. അതെ 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 അല്ലേ? അപ്പൊ ഈ അതർ കൺസ്യൂമേഴ്സ് കൊടുക്കുമ്പോഴും ഈ 200 എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അങ്ങനെയില്ല അങ്ങനെയില്ല ഇല്ല ഇല്ല അങ്ങനെയല്ല. ഇവിടെ ഇല്ല ഇല്ല ഇല്ല. ഇവിടെ നമ്മുടെ ബോഡി ഷോപ്പ് കൺസ്യൂമർ റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽ ടിൻറ്റുകളെ നമ്മൾ ഓരോ തവണ എൻട്രി ചെയ്യാൻ പോകുന്നതിന് നമ്മൾ ആ ഒരു ഇഷ്യൂവിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞത്. അത് മനസ്സിലായി. പക്ഷെ ഇഷ്യൂ ബാച്ചിലേക്ക് അതർ കൺസ്യൂമറിൽ കൊടുത്തത് വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതൊന്ന് ചെയ്യാം. പക്ഷേ നിങ്ങൾ നോക്കുക, ഞാൻ ഈ റിലീസ് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ഒരു ആദ്യം ഇതിന് പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ സോൾവ് ചെയ്ത് വന്നേക്കുന്നതാണ്. അതർ കൺസ്യൂമർ സാധാരണഗതിയിൽ നമുക്ക് അതർ കൺസ്യൂമർ ടിൻറ്റുകൾ കൊടുക്കേണ്ട കാര്യം വരുന്നത് കുറവാണ്. നമ്മൾ NC തിന്നർ പോലെയുള്ള സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഇടുക കേട്ടോ. NC തിന്നർ ഒക്കെ ഗ്രാമിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് ഗ്രാമിലാക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രാമിൽ ഇഷ്യൂ ചെയ്യുക. ഇനി ചിലര് അതിനെ ലിറ്ററിൽ തന്നെ പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ ലിറ്ററിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 0.200 എന്നുള്ളത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഞാൻ കൺഫ്യൂഷൻ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതാണ്, ഇൻവെന്ററി ഹാൻഡിൽ ചെയ്യുന്നവരാണ്. നിങ്ങളെ ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. അപ്പം നമ്മൾ അതർ കൺസ്യൂമറിൽ ആക്ച്വലി പെയിന്റിൽ പെടുന്ന സാധനങ്ങളല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇല്ല. അത് കോട്ടൺ വേസ്റ്റ് നമ്മൾ എത്ര ഗ്രാം കൊടുക്കുന്നു, ഇതൊക്കെയാണ് അതർ കൺസ്യൂമറിൽ മെയിൻലി വരുന്നത്. കോട്ടൺ വേസ്റ്റ്, ഗ്ലൗസ്, ഇതൊക്കെ ഇത്തവണ സ്റ്റോക്കിലേക്ക് എടുത്തിട്ടില്ല. ഇതെല്ലാം നമ്മുടെ സ്റ്റോക്കിലേക്ക് വരും പിന്നീട്. അപ്പം ഇതെല്ലാം ഇഷ്യൂ ചെയ്യാനാണ് നമ്മൾ അതർ കൺസ്യൂമറിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഷെയ്ഡ് കമ്പോണൻസ് കൊടുത്തത് കൂടാതെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഷെയ്ഡ് കമ്പോണന്റ് ഇവിടുത്തെ കളർ ഷെയ്ഡിനെ ബേസ് ചെയ്ത് മാത്രമേ വരുള്ളൂ. അതിൽ പെടാത്ത ഒരു സാധനം നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഞാൻ കാണിച്ചു തന്നത്. ഇപ്പൊ അതിന്ന് ഒരു സംശയം, ഇത് അതർ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ഹാർഡനർ അതുപോലുള്ള സാധനങ്ങളും ഈ അതർ കൺസ്യൂമറിലല്ലേ വരണേ? ഇതിൽ മറ്റേ ലിസ്റ്റ് വരില്ലല്ലോ. മറ്റേ ലിസ്റ്റ് വരില്ല. രഞ്ജിത്തെ കറക്റ്റ് ആണ്. അതെ 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 അതെ. ഇതിലെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ആക്ച്വലി ഈ പെയിന്റില് ഈ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ഹാർഡനറും തിന്നറും നമുക്ക് ഇവിടുന്ന് തരുന്നില്ല, ഫോർമുല വരുന്നില്ല. എന്നാൽ അക്സാൾട്ടയുടെ ഫോർമുലയിൽ അതുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഈ അക്സാൾട്ടയുടെ ഫോർമുല വരുമ്പോൾ അവര് XP165 ഒക്കെ അതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ സീക്വൻസിൽ ഞാൻ കണ്ടില്ല. അങ്ങനെ വരുവാണെങ്കിൽ അത് നമുക്ക് പ്രൊപ്പോർഷനായിട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഫോർമുലയിൽ എപ്പോഴും പോകുന്ന സാധനമാണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുമായിരുന്നത് നല്ലതായിരുന്നു. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇത് ആഡ് ചെയ്യേണ്ട തലവേദന കുറയും. രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ അതും അതർ കൺസ്യൂമറിൽ നമ്മളിവിടെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇവിടുത്തെ ഹാർഡനറിന്റെ P25 ഒക്കെ ആയിരുന്നു അല്ലേ? അതെ അതെ, P25 ക്ലിയർ അതെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ കൊടുക്കേണ്ടതാണ്, അതർ കൺസ്യൂമറിൽ കൊടുക്കേണ്ടതാണ്. ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞ എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തതിൽ ഷെയ്ഡ് കമ്പോണൻസ് കൂടാതെ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ക്ലിയറും ഹാർഡനറും എല്ലാം നമ്മൾ അഡീഷണൽ ആയിട്ടാണ് കൊടുക്കേണ്ടി വരുന്നത്. ഈ കൊടുക്കേണ്ടതെല്ലാം തന്നെ നമ്മൾ ഫ്രീ ആണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഷ്യൂ ടൈപ്പ് ഫ്രീ ആണ്. ഫ്രീ അല്ലെങ്കിൽ അത് എറർ കാണിച്ചുകൊണ്ടിരിക്കും. ഫ്രീ കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഡെന്റിങ് ആൻഡ് പെയിന്റിംഗ് എന്ന് പറഞ്ഞ ഒരു വർക്സ് കോൺട്രാക്ട് ടാക്സ് ആണ്. ആക്ച്വലി പെയിന്റിംഗ് ഒരു വർക്സ് കോൺട്രാക്ട് ടാക്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കംപ്ലൈന്റ് ആയ ഒരു വണ്ടിയുടെ ഒരു പോർഷൻ
കറക്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ ബോഡി ഷോപ്പിലേക്ക് വെക്കുന്നത്. ഡെന്റിങ്ങും പെയിന്റിങ്ങും അതിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കൺസ്യൂമബിൾ എന്ത് ഐറ്റം ആണോ അത് നമ്മളാണ് അതിന്റെ നമ്മൾ ഉപയോഗിക്കേണ്ട സാധനമാണ്. ഈ കോൺട്രാക്ടിന്റെ പാർട്ടായിട്ട് നമ്മൾ അത് ശരിയാക്കി കൊടുക്കുമെന്നുള്ള നമ്മുടെ കോൺട്രാക്ടിന്റെ പാർട്ടായിട്ടുള്ള സാധനമാണ്. അങ്ങനെ ശരിയാക്കി കൊടുക്കുമ്പോൾ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഇൻവെന്ററി ആ ജോബ് കാർഡിന് പോകും. എന്നാൽ അതിന്റെ വാല്യൂ പോകാനും പാടില്ല. അതാണ് നമ്മൾ കൺസ്യൂമബിളിൽ പെയിന്റ് കൺസ്യൂമബിൾ എന്ന് പറയുന്നത്. ഈ പെയിന്റ് കൺസ്യൂമബിളിൽ നമ്മൾ ലേബറാണ് ഈടാക്കുന്നത്. പെയിന്റിങ് ചാർജ് എന്ന് പറയുന്ന ഒരു ലേബറാണ് ഈടാക്കുന്നത്. ആ ലേബറിന്റെ അകത്ത് നമ്മൾ ഈ കൺസ്യൂമബിൾ ഉപയോഗിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം വർക്ക്സ് കോൺട്രാക്ട് ടാക്സ് എന്ന് പറയുന്ന കാറ്റഗറി പെടുന്നതാണ് പെയിന്റിങ്. ഞാൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമുക്ക് അതിനൊരു ഇൻവെന്ററി ഉണ്ട്. ആ ഇൻവെന്ററി നമ്മൾ കൃത്യമായിട്ട് ആ വെഹിക്കിളിനെതിരെ കാണണം എത്ര ഇഷ്യൂ ആയി എന്നുള്ളത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന്റെ ഒരു ആകത്തുക. ഈ രണ്ട് സ്ക്രീനുകൾ ഞാൻ കാണിച്ചു തന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? രണ്ട് സ്ക്രീനുകളായിരുന്നു ഇവിടെ കാണിച്ചത്. ആദ്യം നമ്മൾ പർച്ചേസ് അല്ലെ ഓപ്പൺ സ്റ്റോക്ക് ഉണ്ടാകണമായിരുന്നു. ഓപ്പൺ സ്റ്റോക്ക് ഇപ്പോൾ എല്ലാ ബ്രാഞ്ചിലും കയറിയിട്ടുണ്ട്. ഇനി പർച്ചേസിന്റെ സ്ക്രീനാണ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചു തന്നത്. അതിനുശേഷം ഞാൻ കാണിച്ചു തന്നത് ബോഡി ഷോപ്പ് കൺസ്യൂമബിൾ റിക്വസിഷൻ എന്താണ്, ബോഡി ഷോപ്പ് കൺസ്യൂമബിൾ ഇഷ്യൂ എന്താണെന്നുള്ളതാണ്. ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കറക്റ്റ് ചെയ്യാൻ. അപ്പം നിങ്ങൾ ഞാൻ അത് പെട്ടെന്ന് തന്നെ ചെയ്യും. അത് അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആർപിമെന്റ്സിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം. ഇനി ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു ഇവിടെ, സ്റ്റോക്ക് വാല്യുവേഷൻ കാറ്റഗറി വൈസ്. അതുപോലെ തന്നെ ഇതിനെ ബന്ധപ്പെട്ടുള്ള കുറച്ച് റിപ്പോർട്ടുകളും കൂടെ ഉണ്ട്. അതിൽ കൺസ്യൂമർ റിപ്പോർട്ട്സ് ആണ്. വെഹിക്കിൾ വൈസ് ട്രാക്കർ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇപ്പൊ അവൈലബിൾ അല്ല. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഏതൊക്കെ റിപ്പോർട്ട് അവൈലബിൾ ആണെന്ന് നോക്കാം. കൺസ്യൂമർ റിപ്പോർട്ട്സിൽ 4 റിപ്പോർട്ടുകളുണ്ട് ഇവിടെ. ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കൺസ്യൂമർ ഏജിങ് ആണ്. ഇതിനി ഇവിടെ കൺസ്യൂമർ ട്രാക്കർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഓരോ വെഹിക്കിളിനും ഇഷ്യൂ ചെയ്തേക്കുന്നതിന്റെ ലിസ്റ്റാണ് ഈ കൺസ്യൂമർ വെഹിക്കിൾ വൈസ് ട്രാക്കർ. ഇതുവരെ അത് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇനി കൺസ്യൂമർ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടുണ്ട്, V1. എനിക്ക് തോന്നുന്നത് ഇത് റിപ്പോർട്ടിംഗ് സെർവർ അപ്ഡേറ്റ് ആകുന്ന സമയമാണ്, അതുകൊണ്ടാണ് എനിക്കിത് കിട്ടാത്തത്. ഇവിടുത്തെ ഇതിന്റെ കീഴിൽ വരുന്ന 4 റിപ്പോർട്ടുകളുണ്ട്. ഒന്നാമത്തെ റിപ്പോർട്ട് ഒരു വെഹിക്കിളിന് അഗെയിൻസ്റ്റ് ഇഷ്യൂ ചെയ്തേക്കുന്നതിന്റെ സമ്മാണ് തരുന്നത്. ഇപ്പൊ നമ്മൾ എടുത്ത ഒരു കളർ ഉണ്ടായിരുന്നു. നമ്മളിവിടെ എടുത്ത ഒരു കളറ് ഈ ബ്രീസ് ബ്ലൂ എന്ന് പറയുന്ന കളറ്, അതായിരുന്നു ഈ റിപ്പോർട്ടിൽ വരുമ്പോൾ നമ്മളെ കാണിക്കുന്നത്. ഈ 3 റിപ്പോർട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഈ റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മെയിലിലേക്ക് ഇതിന്റെ ഒരു ഫോർമാറ്റ്, ഒരു എക്സാമ്പിൾ അയക്കാം. ഞാൻ ഇൻഡിവിജ്വലി ഞാൻ ഇതിനു മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ സ്പെയർ പാർട്സ് SPMസിന്റെ എല്ലാ ഐഡിയിലേക്ക് ഞാൻ അയക്കാൻ ശ്രമിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ 4 റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ധാരണ കിട്ടും. ഇപ്പൊ എനിക്ക് അത് റിപ്പോർട്ടിംഗ് സെർവർ കിട്ടുന്നില്ല. ഈ വെഹിക്കിൾ വൈസ് കൺസ്യൂമർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ടിൻറ്റുകളുടെ ഒരു ലിസ്റ്റാണ് അതിൻ്റെ അത് കാണിക്കുന്നത്. ഇനി ഈ സ്പെയർ സ്റ്റോക്ക് കൺസ്യൂമർ ഏജിങ് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടാണ്. ഇത് നമുക്ക് ഏജിങ് കിട്ടാനായിട്ടാണ്. നിങ്ങൾക്ക് സ്പെയർ ഏജിങ് കിട്ടുന്ന പോലെ തന്നെ കൺസ്യൂമറുടെ ഏജിങ് കിട്ടുന്ന ഒരു റിപ്പോർട്ടാണ്. ബേസിക്കലി ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം പർച്ചേസ് എങ്ങനെയെന്നായിരുന്നു. രണ്ടാമത്തെ കാര്യം കൺസ്യൂമർ റിക്വസിഷൻ, ജോബ് കാർഡിന് അഗെയിൻസ്റ്റ് എങ്ങനെ റിക്വസിഷൻ ചെയ്യണം. അതുപോലെ തന്നെ റിക്വസിഷന്റെ നെക്സ്റ്റ് സ്റ്റെപ്പായ കൺസ്യൂമർ ഇഷ്യൂ എങ്ങനെ ചെയ്യണം. ദെൻ പിന്നെയുള്ളത് കൺസ്യൂമർ റിപ്പോർട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതായിരുന്നു. ഒന്നാമത്തെ റിപ്പോർട്ട് സ്റ്റോക്ക് വാല്യുവേഷൻ കാറ്റഗറി വൈസ് ആയിരുന്നു. പിന്നീട് പറഞ്ഞ 3 റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാൻ പറ്റിയില്ല. അത് റിപ്പോർട്ടിംഗ് ഇപ്പൊ സെർവർ സിങ്ക് ചെയ്യുന്ന ടൈമായിരുന്നു.
ഇതിന്റെ ഫോർമാറ്റ് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു മെയിലിൽ എല്ലാവർക്കും ഒരു ഫോർമാറ്റ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ മെയിൽ നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഫോർവേഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ 4 റിപ്പോർട്ട് ഫോർമാറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടോ? നമ്മൾ ബേസിക്കലി പർച്ചേസ് ഉണ്ട്, ഇഷ്യൂ ഉണ്ട്, പിന്നെ റിപ്പോർട്ടുകളുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ പെയിന്റ് ഓപ്പറേഷൻസ് ഞാനൊരു PDF ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. പെയിന്റ് കൺസ്യൂമർ ഇഷ്യൂ, ഇതാണ് ആദ്യത്തെ സ്ക്രീൻ. റിക്വസിഷൻ, ഇത് റിക്വസിഷനിൽ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. കളർ ബ്രാൻഡ് സെലക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് കളർ ഷെയ്ഡ് സെലക്ട് ചെയ്യുന്നു, പെയിന്റ് ആപ്ലിക്കേഷൻ ഏരിയ കാണിക്കുന്നു, ഗ്രാമിലാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതർ കൺസ്യൂമർ എങ്ങനെ കൊടുക്കണം, അതിൽ ഫ്രീ ആണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ടോട്ടൽ ആണ് നമ്മൾ എത്ര ഗ്രാം ടോട്ടലി ഇഷ്യൂ ചെയ്തോ അത്ര കാണണം. റിക്വസിഷന് ശേഷം നമ്മൾ ഇഷ്യൂ ആണ് ചെയ്യുന്നത്. ഇഷ്യൂവിന്റെ എങ്ങനെയാണ് റിക്വസിഷന്റെ ബാക്കി പാർട്ടാണ് ഇഷ്യൂ. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, സേവ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. റിക്വസിഷൻ എല്ലാം കറക്ഷൻ നടക്കണം. ഇനി ഇതിൽ 4 റിപ്പോർട്ടുകളുണ്ട്. 4 റിപ്പോർട്ടുകൾ എവിടെയാണ് കിടക്കുന്നത്? സ്റ്റോക്ക് വാല്യുവേഷൻ റിപ്പോർട്ടിലാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഇനി കൺസ്യൂമർ പർച്ചേസ്, അത് ഞാൻ ഇൻഡിവിജ്വലി എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൽ കൺവേർഷൻ ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് നമുക്ക് ഗ്രാമായിട്ട് സ്റ്റോർ ചെയ്യാൻ കിട്ടുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ വാല്യൂ ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ സിഗ്നേച്ചറിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. Chennai team, ஏதோ இருக்கா டவுட்ஸ்? மரன் விஜய் சார் ஏதோ டவுட்ஸ் இருந்தா கேளுங்க சார் இப்போ வந்து